സംഗീതം സകല രോഗ ശമനമേ സിദ്ധൌഷധം. ഓടക്കുഴൽ വിളി, ഘനശ്യാമ സന്ധ്യാഹൃദയം ഒക്കെ അന്നത്തെ ഫേമസ് പാട്ടുകൾ പാടി ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ ഫസ്റ്റ് വാങ്ങി അങ്ങനെ ഇതായത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും പാടും. അങ്ങനെ കർണാടക സംഗീതം പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സാറിൻ്റെ അടുത്ത് പഠിച്ചു, കുറേ നാൾ പഠിച്ചു. സാറിന് ജോലി കിട്ടിപ്പോയി. പിന്നെ ജയലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചു. ടീച്ചർ വീട് മാറിപ്പോയപ്പോൾ അവിടെ നിന്നു. പിന്നെ കലാഭവനിൽ വന്ന് പഠിച്ചു. ആദ്യമായിട്ടാണ് പിന്നെ അപ്പം എനിക്ക് വന്നപ്പോൾ ഇങ്ങനെ ബ്രേക്ക് വന്നപ്പോൾ എനിക്കൊരു സുഖം പോരാ. അങ്ങനെയാണ് മ്യൂസിക് മെയിനായിട്ട് എടുത്ത് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് എനിക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അങ്ങനെ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സംഗീതം പഠിച്ച് സംഗീതത്തിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം പിന്നെ എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു. അതിനിടയ്ക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ മരിച്ചു. എനിക്കൊരു അനിയനുണ്ടായിരുന്നു. അനിയൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം ഭയങ്കര വിഷമങ്ങളായിരുന്നു. അപ്പോൾ എന്ത് നിസ്സാര കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയും, എന്തെങ്കിലും മിണ്ടി അപ്പം കറിയും. അപ്പോഴാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത്. അപ്പം ഞാൻ ഈ പാട്ട് പാടുന്ന കേട്ടിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിക്കാനായിട്ട് ചോദിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മ്യൂസിക് തെറാപ്പിയെ കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പം നിസ്സാര കാര്യം പറഞ്ഞ് അപ്പം കറിയുമല്ലോ, ഒരു കാര്യം ചെയ്യും, നിന്റെ കയ്യിലുള്ള സംഗീതമല്ല, ഈ മ്യൂസിക് തെറാപ്പി നിനക്കൊന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. ആദ്യം ഒരു ട്രൈ ചെയ്യാനുള്ള മട്ടിൽ നാദ സെന്ററിന്റെ ഇത് 9 മാസത്തെ ചെയ്തു. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെയാണ് ഞാൻ അതിനുള്ള റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഈ എപ്പോഴും പറയണം, ചെറുതായിരിക്കുമ്പോൾ എനിക്ക് ഈ മ്യൂസിക് തെറാപ്പി എന്താന്ന് അതൊന്നും എനിക്കറിയില്ല. പാട്ട് കേട്ടാൽ സുഖമുണ്ടെന്ന് അറിയാം, അതറിയാം എനിക്ക്. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാനെന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നടക്കാണ്ടിരിക്കുമ്പോഴും ഈ ഒറ്റമോളും മോനും ഒക്കെ ആകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് ഈ വീട്ടിൽ. എന്നുവെച്ചാൽ അവര് ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. അത് അപ്പോൾ ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ സെൽഫിഷ് ആയില്ലെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അതിനെനിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരും. അപ്പം ഞാൻ മുറി അടച്ചിരുന്ന് പാട്ട് പാടും, ഉറക്ക പാട്ട് പാടി കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പാട്ട് പാടി പ്രശ്നം തീർന്നു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛന് വയ്യാണ്ടായപ്പോൾ അച്ഛൻ എപ്പോഴും പറയാൻ എൻ്റെ അടുത്ത്, വേദനയൊക്കെ വല്ലാണ്ട് വരുമ്പോൾ നീ ക്ഷീരസാഗര ശയനം ഒന്ന് പാടും. ഞാൻ പാടും. താരകനാമ ഹൈപ്പിച്ചെത്തുമ്പോൾ എൻ്റെ അച്ഛൻ കരയും, ഞാനും കൂടെ കരയും. പിന്നെ അച്ഛൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോഴും എനിക്ക് എന്താ സംഭവിക്കണേന്ന് മനസ്സിലായി. അച്ഛനെന്തോ സുഖം കിട്ടി, അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഈ പാട്ട് പാടുമ്പോൾ പിന്നെയാണ് ഈ മ്യൂസിക് തെറാപ്പിയിൽ വന്നപ്പോൾ ഇതാണ് സംഭവം. സംഗീതം മനസ്സിനും ശരീരത്തിനും ഒരു സാന്ത്വനമേകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പഠിച്ചു വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓരോന്നും അവർ പറഞ്ഞു തരുന്ന ഓരോന്നും നമ്മുടെ നടത്തം ഒരു താളത്തിലാണ്, നമ്മുടെ ഹൃദയമിടിപ്പ് ഒരു താളത്തിലാണ്, മഴത്തുള്ളി വീഴുന്ന ഒരു താളത്തിലാണ്, സാഗരത്തിന്റെ എരമ്പൽ ഒരു താളത്തിലാണ്, എല്ലാം പ്രകൃതി മൊത്തം ഒരു താളത്തിലാണ്, ഒരു റിതം കീപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഹാർട്ട് ബീറ്റ്, ആ ബീറ്റിൽ വരുന്ന ഒരു ചേഞ്ചാണ് നമുക്ക് ഹാർട്ടിന് പ്രോബ്ലം. നമ്മൾ ഓടുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അല്ലാതെ നമ്മൾ നോർമൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ് നമ്മുടെ അസുഖങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ നടത്തത്തിൽ, നമ്മുടെ കാലിലെന്തെങ്കിലും പ്രശ്നം നമ്മുടെ നടത്തത്തിൽ, ആ നടത്തത്തിലെ താളത്തിന് വ്യത്യാസം വരുമല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ്? സ്ലോയിൽ നടന്നു പോകുന്ന ഒരാൾക്ക് ഫാസ്റ്റ് ടെമ്പോയിലുള്ള ഒരു പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടത്തം ആ സ്പീഡിലേക്കാവും. അപ്പം നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും സംഗീതത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് പാട്ട് ഇഷ്ടമല്ല എന്ന് ചിലർ പറയാറുണ്ട്. എനിക്ക് സംഗീതം ഇഷ്ടമല്ല. എനിക്ക് ആദ്യം ഒരു പ്രപ്പോസലായിട്ട് വന്ന ആള് എൻ്റെ വീടിന്റെ മുമ്പിൽ വീണേരിക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു, ഈ കുട്ടി പാട്ട് പാടുമോ? പാട്ട് പാടും. എന്നാ ഇത് വേണ്ടാട്ടോ, ഞാനായിട്ടോ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ അങ്ങനെ പാട്ട് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വിചാരിക്കും പാട്ട് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരാൾക്കാരുണ്ടാവും എന്തായാലും ഭൂമിയിൽ. അങ്ങനെ ഉണ്ടാവില്ല വെച്ചാൽ അവർക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ടാവണം സംഗീതത്തിൽ നിന്ന്. അതായിരിക്കും പാട്ട് ഇഷ്ടമില്ല എന്ന് പറയാം. അല്ലാത്തവർക്ക് പാട്ട് ഇഷ്ടമാണ്. ഉള്ളിലെങ്കിലും അവർ പാട്ടിനെ ആരാധിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു താളത്തിൽ അവർ ഒരു സംഗീതം കേൾക്കുമ്പോൾ അവർ അതിൻ്റെ ഉള്ളിൽ ലയിക്കുന്നുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ സംഗീതം
എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കിയത് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ് സംഗീത സിദ്ധൌഷധം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ഞങ്ങൾ കോമ്പറ്റീഷൻ ഞാൻ സ്കൂളിൽ കുട്ടികളെ കോമ്പറ്റീഷൻ പഠിപ്പിച്ചിരുന്നു. ആ പാട്ടിൽ എൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: സംഗീതം സകല രോഗ ശമനമേകും സിദ്ധൌഷധം, സംഗീതം മനസ്സിലാർദ്ര മധുരമോലും സിദ്ധൌഷധം, വേനലിൽ മഴ പെയ്ത പോൽ തമസിലെ തിരിപൂത്ത പോൽ അഖില മാനസ സുഹൃതമേരി സൂര്യവാസന്തം, ഇത് ദേവവാത്സല്യം. സംഗീതം സകല രോഗ ശമനമേകും സിദ്ധൌഷധം. അർത്ഥവത്തായ വരികളാണല്ല. അങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാമിന് ഞാൻ സംഗീത സിദ്ധൌഷധം എന്ന പേരിടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ ചെങ്ങമ്പുഴ പാർക്കിൽ ഒരു 3-4 പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സംഗീത സിദ്ധൌഷധം എന്നുള്ള പേര്. രാഗങ്ങളെ, ഓരോ രാഗം എങ്ങനെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ മ്യൂസിക് തെറാപ്പിയിൽ ആകെ പാട്ട് കേട്ടോണ്ടിരിക്കലല്ല കേട്ടോ ശരിക്കും മ്യൂസിക് തെറാപ്പി ട്രീറ്റ്മെന്റ് ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മെഡിറ്റേഷൻ കൊടുക്കും, മ്യൂസിക് വെച്ചിട്ട് മെഡിറ്റേഷൻ, മ്യൂസിക് വെച്ചിട്ട് ബ്രീത്തിങ് എക്സസൈസ്, മ്യൂസിക്കിലൂടെ ഗൈഡഡ് ഇമേജറി എക്സസൈസ് ഉണ്ടാവും, മെഡിറ്റേഷൻ ഉണ്ടാവും, അങ്ങനെ മ്യൂസിക് കോമ്പോസിഷൻ, അങ്ങനെ പല ഇതും ഉണ്ടാവും. പിന്നെ അന്താക്ഷരി, അങ്ങനെ പല പല ഇതിലേക്ക് ആ ഒരു പേഷ്യൻ്റ് ഇപ്പം അയാൾക്ക് പാടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എത്ര മോശമായിട്ട് പാടിയാലും ആ പാട്ടിനെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി പാടുന്നത് ആ വ്യക്തിയുടെ ഒരു മാനസിക തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പുറത്തിരിക്കുന്നവർ അതിനെ ആസ്വദിക്കുമ്പോൾ അവരുടെ മനസ്സിനൊരു സന്തോഷമുണ്ട്. ചിലപ്പോൾ വലിയ വലിയ പ്രശസ്ത ഗായകരുടെ പോലെ ഗായികയുടെ പോലെ പാടാൻ കഴിവുണ്ടാവില്ലായിരിക്കും, പക്ഷെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ അവർ ചിലപ്പോൾ തുടർന്ന് നന്നായിട്ട് പാടി വരും. അതാണ് അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അവരുടെ പല അസുഖങ്ങൾക്കും ഒരു സാന്ത്വനമാകും. ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ആർക്കും പാടാം, നല്ലൊരു ഐഡിയ ആണത്. ആർക്കും വന്ന് പാടാം. ആ പാട്ടിലൂടെ അത്രയും പാടുന്ന അത്രയും നേരം അവർ മാനസികമായി നല്ലൊരു സുഖം അനുഭവിക്കുന്നുണ്ട്. അത് പാടുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനിപ്പോൾ എനിക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് ഈ ഗൈഡഡ് ഇമേജറിങ് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ EEG എന്നുള്ള മെഷീൻ വെച്ചിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് ഓരോ പാട്ടുകൾ കേൾപ്പിക്കും. അവിടെ ഇങ്ങനെ ഗ്രാഫ് പോലെ കാണിക്കും നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് അത് ഓരോ റിതമും ഓരോ ശബ്ദങ്ങളും എഫക്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. അത് നമുക്ക് ശരിക്കും എനിക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് കാണിക്കും, വേറൊരാൾക്ക് ഹെഡ്ഫോൺ വെച്ചിട്ട് കാണിക്കണം. ഓരോ രാഗങ്ങളുടെ പ്രത്യേകത എന്താണ് അത് അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും നമുക്ക്. അതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ കഴിയും. അല്ലാണ്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നാം. പിന്നെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ രീതികവള കുറേ നേരം കേട്ടോണ്ടിരുന്നത്, പ്രത്യേകിച്ച് രീതികവള അടതാള വർണ്ണം കേട്ടുകഴിഞ്ഞാൽ എന്തായാലും ഉറങ്ങും. ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ രീതികവള അടതാള വർണ്ണം ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ പകുതി എത്തുമ്പോൾ ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. ശരിക്കും ഭൂരിഭാഗം പേരും ഉറങ്ങിയിട്ടുണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. നീലാംബരി, ശ്യാമ, ഇതൊക്കെ നമുക്ക് നല്ല സുഖകരമായ ഉറക്കം തരുന്ന രാഗങ്ങളാണ്. ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഉറക്കം വേദന എടുത്തിട്ട് അവർ ഉറങ്ങാതിരിക്കുമ്പോൾ ശ്യാമരാഗത്തിലുള്ള പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ മദശിഖി പിഞ്ച അലങ്കൃത ചികുരേ മദശിഖി പിഞ്ച അലങ്കൃത ചികുരേ മഹനീയ കപോ
ചരരേ. ഇത് തന്നെയാണ് ആത്മവിദ്യാലയമേ അവനില ആത്മവിദ്യാലയമേ അഴിനിലയില്ല ജീവിതമെല്ലാം. ഈ പാട്ട് അത് തന്നെ അന്ന് കോപ്പി ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ വേദനകൾ കുറഞ്ഞു എന്ന് വെച്ചാൽ സെൻസിറ്റീവ് ടിഷ്യൂസ് ശാന്തമാകുന്നതിൻ്റെയാണ് നമുക്ക് വേദനകൾ കുറയുന്നത്. അല്ലാണ്ട് അസുഖം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാകുമല്ല. വിത്ത് മെഡിസിനാണ് മ്യൂസിക് തെറാപ്പി പ്രയോഗിക്കുന്നത്. നമുക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് എൻ്റെ അസുഖം മാറണ്ട, എത്ര നാളായി എന്നറിയാമോ എന്ന് നമ്മൾ പറയാറില്ലേ. വിത്ത് മ്യൂസിക് തെറാപ്പി ആണെങ്കിൽ ഈ മരുന്നുകൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് ഫലിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ഫലിക്കാൻ തുടങ്ങും. അതാണ് മ്യൂസിക് തെറാപ്പിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തുള്ളൂ. പുറം നാടുകളിലൊക്കെ ഇഷ്ടം പോലെ, ഈവൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഈ മ്യൂസിക് തെറാപ്പി ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കും വോക്കലും ഒക്കെ വെച്ചിട്ടാണ് സർജറിയൊക്കെ അവർ നടത്തുന്നത്. നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ തോമസ് സർഗീസ്. പുള്ളി പാട്ട് വെച്ചിട്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറും അതിനൊക്കെ ഭയങ്കര ഒരു പുറത്തൊക്കെ ഔട്ട്സൈഡൊക്കെ പോയി ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. പുള്ളി ഇത് ചെയ്യാറുണ്ട്. പുള്ളിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല രസമാണ്. ആ പാട്ട് ആ സർജറിക്ക് വന്ന് കിടക്കുന്ന പേഷ്യൻറ്റിന്റെ പേടിയും അവരുടെ ആ ഒരു വിഷമങ്ങളും എല്ലാം ഇങ്ങനെ സംഗീതത്തിലൂടെയാണ് ഒതുക്കണത്. അത് സാരില്ല, നമുക്കൊരു പാട്ട് പാടിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പാടാണ്. അങ്ങനെയാണ് ഇങ്ങനെ സർജറി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേടിയില്ലാതാക്കുക, മനസ്സിനെ ശാന്തമാക്കുക, അതാണ് മ്യൂസിക് തെറാപ്പി ചെയ്യുന്നത്. ശരിക്കൊരു ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൗണ്ടാണ് ഇതിന്റെ മെയിൻ കാരണം. ശബ്ദം പല രീതിയിലുണ്ട്. എന്നുവെച്ചാൽ സുഖിപ്പിക്കുന്ന ശബ്ദങ്ങളുണ്ട്, നമ്മളെ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളുണ്ട്, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട്, പലതരം ശബ്ദങ്ങളുണ്ട് അല്ലേ. നമ്മൾ കേൾക്കുമ്പോൾ നിരന്തരം നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം, വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എത്രയൊക്കെ എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് തട്ടിയിട്ടുണ്ട്. പുറമെ ഭാവിക്കും ഞാനിതൊന്നും വലിയ ഇതൊന്നും പെടക്കാത്ത ആളാണ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഭാവിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ കുത്തണ രീതിയിൽ, നമ്മളെ ഇൻസൾട്ട് ചെയ്യണ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ കൊള്ളും, ഉറപ്പാണ്. അപ്പൊ അങ്ങനെ മനുഷ്യരെ പോലെ ഇത്രയും നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേറെ ഇല്ല. അവരാണ് ഏറ്റവും കൂടുതൽ അതിൽ PhD എടുത്ത ആൾക്കാർ ശരിക്കും പറയുകയാണെങ്കിൽ. എന്നുവെച്ചാൽ ഒരാള് നല്ലൊരു സന്തോഷത്തിൽ വന്നിരിക്കുമ്പോ നിന്റെ മോള് മറ്റേ അങ്ങനെയല്ലേ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷയിൽ കണ്ടുകൊണ്ടിരിക്കാം, അവരുടെ മോള് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അത് വിരോധമില്ല, അവര് നടത്തി കൊടുത്തു. അവർക്ക് ആദ്യം വിഷമം ഉണ്ടായിരുന്നു, നടത്തി കൊടുത്തു. പക്ഷെ ഇവിടെ വന്ന് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ചോദിക്കണം, മോളിപ്പോ എങ്ങനെ ഇരിക്കണം, സന്തോഷമാണോ, കുഴപ്പമൊന്നുമില്ലല്ലോ. സന്തോഷം ഇല്ലെങ്കിൽ അവർ സന്തോഷം ഉണ്ടാക്കി കൊടുക്കേ, അതാണ് അതിനുവേണ്ടി ചോദിച്ചത്. അപ്പൊ ആ ഒരു കുത്ത്, ആ പുള്ളിക്കാരി നല്ല സന്തോഷമായിട്ടിരിക്കണം, അപ്പൊ ഒരു കുത്ത്, നിന്റെ മോള് ഇങ്ങനെ പോയതല്ലേ നല്ലതാണ്. അതുപോലെ ഒരാള് നല്ല സന്തോഷത്തോടെ ഇരിക്കട്ടെ, ഞാൻ ജോലിയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യണം, ജോലിയൊന്നും ഇല്ലല്ലേ, ഇപ്പൊ വെറുതെ ഇരിക്കണല്ലേ, സന്തോഷായി. പറയുന്ന ആൾക്ക് ഭയങ്കര അതൊരു തെറാപ്പി ആട്ടോ. ആ ഇൻസൾട്ട് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര സന്തോഷം കിട്ടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അയാളെ ഒന്ന് വിഷമിപ്പിച്ച ഒരു സുഖം, അതൊരു ഭയങ്കര സുഖം. അപ്പൊ നമ്മൾ അങ്ങനെ അത് ഒരുപാട് മനസ്സുകളെ മുറിവേൽപ്പിക്കും. അത് നമുക്ക് അറിയാതിരുന്നിട്ടാ അത് ഭയങ്കര വേദന, കുറെ ദിവസത്തേക്ക് അവരുടെ മനസ്സിലേക്ക് അതിങ്ങനെ വിഷമമാക്കി കൊണ്ടിരിക്കും. അതിനൊക്കെ സാന്ത്വനമായിട്ട് സംഗീതം നല്ലൊരു മരുന്നാണ്. പിന്നെ നല്ല എന്താ പറയാ, നമുക്ക് ഇങ്ങനെ കരയാൻ തോന്നുന്ന സമയത്ത് ശരിക്കും നല്ലോണം കരയണം, എന്നാൽ കരയാൻ നമുക്കൊട്ട് പറ്റണമില്ല. നല്ല ശിവരഞ്ജനി രാഗം, ആഹിർ ഭൈരവ്, അതൊക്കെ കേട്ട് നമ്മൾ കരയാം. ഭാഗ്യശ്രീ, ഇതൊക്കെ കരയാനായിട്ട് സഹായിക്കുന്ന രാഗങ്ങളാണ്. ഒന്ന് തുറന്നൊന്ന് കരഞ്ഞാലുണ്ടല്ലോ കുറേ വിഷമം ഉള്ളിലെ കഴുകി പോകും. എന്നിട്ട് നല്ല പ്ലസന്റ് മൂഡിലുള്ള രാഗങ്ങൾ കേൾക്കാം. എന്തൊരു സുഖമായിരിക്കുന്നല്ലോ, ഭയങ്കര റിലാക്സേഷൻ ആയിരിക്കും നമുക്ക്. നമ്മൾ ഈ പാട്ട് ശിവരഞ്ജനി രാഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശിവരഞ്ജനി കർണാട്ടിക് കുറയൊன்றுமில்லை മറൈമൂർത്തി കണ്ണ, കുറയൊன்றுமில்லை കണ്ണ, കുറയൊன்றுமில்லை ഗോവിന്ദ,
குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா, குறையொன்றும் இல்லை கண்ணா, குறையொன்றும் இல்லை கோவிந்தா. கண்ணுக்கு தெரியாமல் நிற்கின்றாய் கண்ணா, கண்ணுக்கு தெரியாமல் நின்றாலும் எனக்கு குறையொன்றும் இல்லை மறைமூர்த்தி கண்ணா. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളി ദേവദാസിയെ, മറക്കൂ മറക്കൂ. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഇതൊക്കെ ഒരു പാത്തോസ് മോഡ് തരുന്നൊരു ഗാനങ്ങളാണ് ഈ ശിവരഞ്ജനി രാഗമുള്ളത്. നമ്മൾക്ക് മനസ്സ് നല്ല വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ രാഗത്തിലുള്ള പാട്ടുകൾ കേട്ടാൽ നമ്മൾ കരയും. അങ്ങനെയാണ് ആഹിർ ഭാരോയിൽ കേട്ടല്ലേ, എന്താണ് എന്റെ തുടക്കം മറന്നുപോയി ഞാൻ. ജയേന്ദ്രൻ പാടി പെരുമഴക്കാലം, അതിനകത്തെ പാട്ടുണ്ടല്ലോ, തുടക്കം ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പെട്ടെന്ന് കിട്ടണില്ല ഓർമ്മ. ഓർമ്മ ഇപ്പൊ പറയാം. പെരുമഴക്കാലം എന്നുള്ള സിനിമയില് ജയേന്ദ്രൻ പാടി ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം, കാത്തിരിപ്പിൻ തിരിനനയും ഈറൻ പെരുമഴക്കാലം. അതൊക്കെ കുറച്ചു നേരം കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കരഞ്ഞു പോകും. അപ്പൊ ആ ഒരു ഉള്ളിലത്തെ കെട്ടി നിർത്തിയ ആ ഒരു വിഷമം കരഞ്ഞു തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സന്തോഷമുള്ള പാട്ടുകൾ കേൾക്കാം. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും. ശരിക്കും പറഞ്ഞാൽ ഈ രാഗങ്ങളെ കുറിച്ച് ഇപ്പൊ രാഗപരിചയം ഇവിടെ ഉണ്ടായിരുന്നു, കാവ്യകേളി ഉണ്ടായിരുന്നു, പിന്നെന്താ ഗാനമേള ഉണ്ടായിരുന്നു. അപ്പൊ ഈ സംഗീതത്തിന്റെ കുറേയൊക്കെ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ രാഗപരിചയം അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ രാഗങ്ങൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞാൽ മതി. ഇവിടെ രാഗങ്ങളെ വെച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും എക്സ്പെരിമെന്റ് ചെയ്ത് ഇവിടെ കാണിക്കാൻ പറ്റില്ല എനിക്ക്. പിന്നെ എന്താ വെച്ചാൽ നീലാംബരി രാഗം ഉറക്കത്തിന് നല്ല പറ്റിയ രാഗമാണ്. നിങ്ങളെ കേട്ടിട്ടുണ്ടാവില്ലേ? നീലാംബരി രാഗം കേട്ടിട്ടില്ലേ നിങ്ങൾ? മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ
അതിൽ തന്നെയാണ് എൻ്റെ അച്ഛൻ പാടണമെന്ന് പറഞ്ഞില്ലേ, ഹർഷബാഷ്പം തൂകി വർഷ പഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നുരാവിൽ എന്തു ചെയ്യൂ നീ സഖി എന്തു ചെയ്യൂ നീ. നല്ലൊരു സുഖം നിറഞ്ഞ രാഗമാണ്. അപ്പോൾ നമ്മൾക്കത് നമ്മൾ കേട്ട് കേട്ട് ഇങ്ങനെ കിടന്നു രാത്രി കിടക്കുമ്പോൾ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങണം കേട്ടോ. അല്ലാതെ മറ്റേ ഇതൊന്നും കണ്ടോണ്ട് കിടക്കരുത്. അപ്പൊ നമ്മളുടെ ഉറക്കം ഉള്ളത് കൂടി പോകും. പാട്ട് വെച്ചിട്ട് നമ്മുടെ ചെറിയ സ്പീക്കറിൽ പെൻഡ്രൈവിൽ പാട്ട് കോപ്പി ചെയ്തിട്ട് പാട്ട് കേട്ടോണ്ട് നമ്മൾ കിടന്നുറങ്ങണം. അപ്പൊ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോ. ഇതൊക്കെ ഉറങ്ങാൻ പറ്റിയ നല്ല രാഗങ്ങളാണ്. ശ്യാമയിലുള്ളതും അതെ, ഈ നീലാംബരി. അപ്പൊ അതൊക്കെ കേട്ട് രീതികൗള, അതൊക്കെ രീതികളിൽ നല്ല നല്ല പാട്ടുകളുണ്ട്. ഒന്നാം രാഗം പാടി അതിൻ്റെ ഉള്ള കർണാടക പരിപാലയമ്മ ശ്രീ പരിപാലയമ്മ ശ്രീ പരിപാലയമ്മ ശ്രീ പത്മനാഭ മൂരാരേ പരിപാലയമ്മ ശ്രീ പത്മനാഭ മൂരാരേ പരിപാലയമ്മ. രീതികളുടെ രാഗത്തിലുള്ള ഒരു കർണാടക സംഗീതമാണ്. അപ്പം അതിൻ്റെ ഉള്ള ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ. പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയൊരു പാട്ടുണ്ടല്ലോ, ഒരു ടൊവിനോ ഖാനും അഭിനയിച്ചൊരു ഫിലിം, ഓർമ്മയിട്ടുണ്ട്. പുതിയ പാട്ടുകളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. രാജകുമാർ തീവണ്ടി സിനിമയിൽ അല്ലല്ല, ഗാനമേളക്കൊക്കെ സ്ഥിരം പാടുമായിരുന്നു അത്. തീവണ്ടിയിലെ ഡ്യുവറ്റ്, തീവണ്ടിയിലെ ഡ്യുവറ്റ് ഡ്യുവറ്റാണ് സിനിമ. അങ്ങനെ രീതികള അതും കുറെ നേരം കേട്ടാൽ നമുക്ക് ഇങ്ങനെ ഉറക്കം വരും. പിന്നെ ഉള്ളത് ആഭേരി രാഗമാണ്. ആഭേരി ഈ സ്കിസോഫ്രീനിയ എന്ന് വെച്ചാൽ മെന്റൽ പ്രോബ്ലംസ് ഉള്ളവർക്ക് അതിന് ഏറ്റവും പറ്റിയ രാഗമാണ് ആഭേരി. ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ആഭേരി രാഗം മെന്റൽ പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാവർക്കും അങ്ങനെ പറയാം. ജീവാംശമാണ്, അതാണ് ആ പാട്ടാണ് രീതികളുള്ളത്. അതുപോലെ കൺകൾ ഇരണ്ടാൽ കൺകൾ ഇരണ്ടാൽ, അതൊക്കെ രീതികള്. അപ്പൊ ഞാനിപ്പോ ആഭേരിയാണ് പറയണേ. ആഭേരി സ്കിസോഫ്രീ എന്ന് വെച്ചാൽ ഈ മെന്റൽ പ്രോബ്ലം അങ്ങ് മാക്സിമത്തിലെത്തി ആ ഒരു ശരിക്കും ഭ്രാന്തിന്റെ അവസ്ഥയും കടന്ന ഒരു ഇതാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. അതിലെത്തി അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന രാഗമാണ് ആഭേരി എന്ന് പറയുന്നത്. പക്ഷെ ഞാനിപ്പോ പറഞ്ഞു എന്നാ ഒരു മെന്റൽ ഇതുള്ള ആൾക്കാർക്ക് ഇത് കൊടുത്തു നോക്കാം. അങ്ങനെയല്ല കേട്ടോ. പബ്ലിക്കിൽ എനിക്ക് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്നല്ലാതെ ഇപ്പൊ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്കും എനിക്കിപ്പോ ആഭേരി നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള രാഗമാണ്, എനിക്ക് നല്ലോണം സുഖിക്കുന്ന രാഗമാണ്, എനിക്കത് ശരീരത്തിൽ നല്ലോണം എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും വേറൊരാൾക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അയാളുടെ മനസ്സെങ്ങനെയാണ്, അയാളുടെ ശരീരത്തിന്റെ ശാരീരിക അവസ്ഥ എന്ന് വെച്ചാൽ മെന്റൽ കണ്ടീഷൻ അല്ല, ബോഡി കണ്ടീഷൻ എങ്ങനെയാണ്, മറ്റേ മെന്റൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാഗവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഞാനൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ആഭേരി രാഗം ചിലപ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആയിരിക്കും തോന്നുക. അതല്ല, വേറൊരാൾക്ക് അത് കേട്ട സുഖം തോന്നും. അപ്പൊ അതനുസരിച്ച് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിനെ രാഗം സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആൾക്ക് വേണ്ട രാഗം ഏതാണെന്നുള്ളത്. ആഭേരി രാഗത്തിന് കുറച്ച് എക്സാമ്പിൾ പറയാം. ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ത്യാഗരാജ സ്വാമിയുടെ നഗുമോ മൂകനലേ നീനാജാളി తెలిసి నగుమో మూగనలే నీనాజాళి
തെലിസി നഗുമോ. നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് ത്യാഗരാജസ്വാമിയുടെ. അതുപോലെ വെള്ളൈ താമரை പൂവിൽ ഇരുപ്പാൾ വീണை செய்யும் ஒலியில் இருப்பாள். வெள்ளை தாமரை பூவில் இருப்பாள் வீணை செய்யும் ഒലിയിൽ ഇരുപ്പാൾ. അത് കർണാടക സംഗീതം കൃതികളാണത്. ആബേരി രാഗത്തിൽ നമുക്ക് ഒരു അടിപൊളി പാട്ടുണ്ട്. തകട് തക തക ധിം തകട് തക തക ധിം തകട് തക തക ധിം തകജം തകട് തക തക ധിം തകട് തക തക ധിം തകട് തക തക ധിം തകജം. കണ്ണോട് കാൺപതെല്ലാം தலைவா கண்களுக்கு சொந்தமில்லை, கண்களுக்கு சொந்தமில்லை. கண்ணோடு மணியானாயதனால் கண்ணை விட்டு பிரிவதில்லை, என்னை விட்டு പിരിവതില്ലേ. അത് തമിഴിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ ഹിന്ദിയിൽ ഒരെണ്ണമുണ്ട്, യേ ജിന്ദഗി ഉസി കി ഹൈ ജോ കിസി കാ ഹോ ഗയാ പ്യാർ ഹി മേ ഖോ ഗയാ. യേ ജിന്ദഗി उसी की है जो किसी का हो गया प्यार ही में खो गया. ये जिंदगी उसी की है. നല്ല സുഖമുള്ള പാട്ടാണല്ലോ. മങ്കേഷ്കറിന് അവാർഡ് കിട്ടിയ പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അങ്ങനെയാണ് അത് പഠിച്ചത് ഞാൻ. പിന്നെ അവരിൽ പാട്ട് പറയാറുണ്ട്. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം ഗാനമുണർത്തും മൃദുപല്ലവിയിൽ രാഗമരാള ഗമനലയം. ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാന രാഗലയം. പാബേരിയിൽ കുറെ എണ്ണം കിട്ടിയില്ലേ? ഞാൻ ചിലപ്പോൾ ഞാൻ മറന്നു, അതാണ് എൻ്റെ പ്രശ്നം. ഇനി നമുക്ക് യമുനാ കല്യാണി രാഗം നോക്കാം. യമുനാ കല്യാണി ഇതുപോലെ സൂത്തിങ് ആയിട്ടുള്ള രാഗമാണ്. നല്ല റിലാക്സേഷൻ. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസിനോടൊക്കെ യമുനാ കല്യാണി രാഗം കേൾക്കാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഉണ്ടാവുന്ന കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ബുദ്ധിശക്തിയും നല്ല ആരോഗ്യമൊക്കെ ഉള്ള നല്ല കുഞ്ഞായിരിക്കും. അത് കാരണം പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനോട് കേൾക്കാൻ പറയും. എന്ന് വെച്ച് ബാക്കിയുള്ളവർ കേൾക്കരുതെന്നല്ല കേട്ടോ. ആർത്രൈറ്റിസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ല രാഗമാണ് ഈ യമുനാ കല്യാണി. അത് ഉള്ളവരും ഇല്ലാത്തവരും കേട്ടോളൂ. ഇനി വരും, ഭാവിയിൽ വരാണ്ടിരിക്കും, ആർത്രൈറ്റിസ് വരാണ്ടിരിക്കാൻ നല്ലതാണ്. യമുനാ കല്യാണി കേൾക്കാൻ നല്ല സുഖമാണ്, എപ്പോഴും നല്ല സുഖം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
ശബ്ദം ഇന്ന് പോവില്ല, അതുകൊണ്ട് അത്ര വെച്ച് നിർത്തണം. ഈ പാട്ട് തളിരിട്ട കിനാക്കൾ മനസ്സിലായിട്ടുണ്ടോ അല്ലെ? അതേ താളം അതേ രാഗമാണ്. കൃഷ്ണ നീ ബേഗനെ ആരോ നമ്മള് കൃഷ്ണ നീ ബേഗനെ ബാരോ പൂനുള്ളി കൈ. ഇതേ ചൂട് പിടിച്ച് തന്നെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ കുറെ സിനിമാ ഗാനങ്ങളുണ്ട്. ശ്രുതിയിൽ നിന്നുയരും നാദ ശലഭങ്ങളെ സ്വരമാ ചിറകിൽ അലസം നിങ്ങളൻ. അത് ആ രാഗത്തിലുള്ളതാണ്. കണ്ണീലാവത്ത് കസ്തൂരി പൂസുന്ന കൈതേ കൈതേ കൈനാരി. പണ്ടത്തെ പാട്ടുകൾ നല്ല രസമാണ് ഈ രാഗത്തിലുള്ള പാട്ടുകൾ കേൾക്കാൻ. യവന സുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ. പ്രേമ തപസിരുന്നവളാണു ഞാൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കുറേ പാട്ടുകളുണ്ട് അതിനകത്ത്. കുങ്കുമപ്പൂവുകൾ പൂത്തു എന്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ, നദികളിൽ സുന്ദരി യമുന യമുന യമുന, സഖികളിൽ സുന്ദരി അനാർക്കലി അനാർക്കലി. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. കടലേ നീല കടലേ. ആ പാട്ട് എനിക്ക് എൻ്റെ അടുത്ത വരി ഓർമ്മ വന്നു. ശരദിന്ദു മലദീപ നാളം നീട്ടി സുരവില യാമങ്ങൾ ശ്രുതി മീട്ടി. ശരബിന്ദു മലദീപ നാളം നീട്ടി സുരവില യാമങ്ങൾ ശ്രുതി മീട്ടി. അപ്പൊ അത്രയും പാട്ടുകളായി ഇപ്പൊ യമുനാ കല്യാണിയുടെ. ഇനി എന്റെ സമയം കഴിയാറായി തോന്നുന്നു അല്ലേ? വേറെ പരിപാടിയൊന്നുമില്ല. അപ്പൊ എന്നെ ഇവിടെ നിർത്തി ശരിക്കും പണി ഒളിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത പറയുകയാണെങ്കിൽ ഭാഗ്യശ്രീ. അത് എനിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാഗം. എന്താ കാരണം എന്നറിയില്ല. എനിക്ക് അത് കേട്ട് തുടങ്ങിയാൽ ആ രാഗത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ രാഗത്തിൽ എന്ത് പാട്ട്, നമ്മൾക്കും കുറേ നമ്മളുടെ ഇഷ്ടത്തിലും കുറേ പാട്ടുകൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ചില പാട്ടുകളോട് നമുക്ക് അങ്ങനെ ഒരു വല്ലാതെ ഇഷ്ടം തോന്നില്ലേ? അങ്ങനെ ഒരു ഇഷ്ടം കയറിയതാണ് എനിക്ക്.
അതിൻ്റെ ഉള്ളിൽ ഞാൻ കർണാടക സംഗീതം പഠിച്ചപ്പോഴും എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫിലിം സോങ്സ് അതിൻ്റെ ഉള്ളിൽ കേട്ടപ്പോഴും അതും ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഞാൻ പഠിച്ചത് ഒരുപാട് വലിയ 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 കൃതികളൊന്നും അതിനകത്തില്ല. എന്നുവെച്ചാൽ അധികം വിസ്തരിക്കാൻ പറ്റാത്ത രാഗമാണ് ഭാഗ്യശ്രീ എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി രാഗമാണ്. പൊതുവെ ഹിന്ദുസ്ഥാനി രാഗത്തിനൊരു എന്താ പറയാ, അതിനൊരു പ്രത്യേകതയുണ്ട്. വേറൊരു തലമാണത്. ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞാൽ വേറൊരു തലമാണ്. നമ്മുടെ കർണാടക സംഗീതത്തിന് സംഗതികൾ കൂടുതലാണ്, മറ്റേതിന് അങ്ങനെയല്ല. അതിനകത്ത് കൂടുതൽ ഈ ബൃഹകൾ കൊടുത്തല്ലോ, എന്താ പറയാ, ഈ ആകാരം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ബൃഹകൾ കൊടുത്തിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവമാണ് ഹിന്ദുസ്ഥാനി എന്ന് പറയാം. പിന്നെ ചില നോട്ട്സ് ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് അവരിങ്ങനെ നല്ല സുഖിപ്പിച്ച് ഇങ്ങനെ പാടും അങ്ങനെ. പിന്നെ 2 ശ്രുതിയൊക്കെ വെച്ചിട്ടാണ് അവർ. ശ്രുതി എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പ്രധാനം. ശ്രുതി ഇല്ലാതെ ഒരു വർഷം ഒരു ശ്രുതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യിക്കും നമ്മളിങ്ങനെ, ശ്രുതി മാത്രം പിടിക്കാൻ. അങ്ങനെയാണ് ഹിന്ദുസ്ഥാനിയിൽ. അതിന്റെ രാഗങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ബാബുരാജ്, നമ്മുടെ പണ്ടത്തെ സംഗീത സംവിധായകൻ ബാബുരാജ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ ഭൂരിഭാഗം ഹിന്ദുസ്ഥാനി രാഗങ്ങളാണ്. ശ്രദ്ധിച്ചു നോക്കുള്ളൂ. പിന്നെ എന്താ, ഭാഗ്യശ്രീയിൽ ഒരു കർണാടക സംഗീതം പറയുകയാണെങ്കിൽ, കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക. കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക. കാവടിയാടി വന്ന് സ്കന്ദായൻ മനമുരുകി കണ്ണീർ വഴിന്തോടുതേ മുരുക മുരുക. അതുപോലെ ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം സദാ, ഭജനം ചെയ്വിൻ കൃഷ്ണപാദം 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 കൃഷ്ണപാദം. സാഗര ശയന വിഭോ പ്രഭോ, സാഗര ശയന വിഭോ. അതൊക്കെ ഭാഗ്യശ്രീയുടെ ഭംഗി. ഇങ്ങനെ എന്താ പറയണ്ടേ, അതിങ്ങനെ കേട്ടിരുന്നാൽ നമ്മളിങ്ങനെ എന്താ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുന്ന പറയാം. പിന്നെ അതിനുള്ള ഫിലിം സോങ്സ് പറയുകയാണെങ്കിൽ, ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക വെഴുകിയ മണിമുറ്റം, ഉമ്മറത്തമ്പിളി നിലവിളക്ക്, ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം, ഹരിനാമജപം. അതൊരു പാട്ട്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ, എന്റെ ഗ്രാമസുന്ദരിക്കൊരു നീലസാരി. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ, എന്റെ ഗ്രാമസുന്ദരിക്കൊരു നീലസാരി. കസ്തൂരി തെന്നലെ നീ തരുമോ, നിന്റെ പത്മരാഗത്തെന്നലുള്ള പാദസരം. കാശ്മീര സന്ധ്യകളെ കൊണ്ട്
പോരൂ എൻ്റെ ഗ്രാമസുന്ദരിക്കൊരു നീലസാരി. ചമ്പകത്തൈകൾ പൂത്ത മാനത്തു പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി. അമ്പിളി അമ്പിളി പൊന്നമ്പിളി. പിന്നത്തെ വരെ എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പാട്ടുകൾ കുറച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. മാനസമയിലേ വരൂ, മന്നാടിയുടെ ഏറ്റവും ഫേമസ് പാട്ട്. മധുരം തുള്ളി തരൂ നിൻ അരുമപ്പൂ മാനസമയിലേ വരൂ. പിന്നെ നമ്മുടെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നമ്മൾ കാലത്ത് ഗുരുവായൂർ ചെല്ലുമ്പോൾ ഇങ്ങനെ കേൾക്കും അല്ലേ? അജ്ഞാത സഖി ആത്മസഖി അനുരാഗ നർമ്മദ തീരത്തു നിൽക്കുമി ആമോദങ്ങൾ ചൂടി പുഷ്പങ്ങൾ ചൂടി. അജ്ഞാത സഖി ആത്മസഖി കൈ കുടന്ന നിറയെ തിരുമധുരം തരും കുറുനിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടർന്ന വഴിയിലൂടെ വരുമോ വസന്തം. കൈകുടന്ന നിറയെ തിരുമധുരം തരും. പിന്നൊരു പാട്ടുണ്ട്. ആചാര്യ ആചാരേ परदेसी मैं तो कब से खड़ी इस पार ये अखियाँ धक गए बंद निगार. आजा रे परदेसी मैं तो कब से खड़ी इस बार ये अखियाँ धक गए बंद निगार. आजा रे परदेसी. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖം തോന്നിയോ പാട്ട് കേട്ടിട്ട്? ഓരോ രാഗത്തിലുള്ള പാട്ടുകൾക്ക് ഓരോ പ്രത്യേകതയല്ലേ ഉണ്ടായിരുന്നത് അല്ലേ? എന്നാൽ നമ്മളിപ്പോ വേറെ പാട്ടുകളുണ്ട്, ചില പാട്ടുകൾ അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി ഇല്ലേ, കേട്ടില്ലേ? എന്നെ തല്ലേണ്ട അമ്മാവ, കേട്ടില്ലേ? അങ്ങനെയുണ്ട് പാട്ടുകൾ കേട്ടോ. അത് ചെറിയ പിള്ളേർക്ക് അവർക്ക് സുഖം തരുന്ന പാട്ടുകളാണ് അതൊക്കെ. അങ്ങനെ അതും വേണം. മ്യൂസിക് തെറാപ്പിയിൽ എല്ലാം വേണം കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ പാട്ടുകൾ അതും വേണം. ഇപ്പൊ ഞാൻ പാട്ട് പാടുമ്പോൾ കുറച്ചു നേരം ഞാൻ കുറച്ചു നാൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ ശബ്ദത്തിന് പ്രശ്നം വന്നു തുടങ്ങി. അപ്പം നിർത്തി, ഞാൻ ജോലി നിർത്തി. അപ്പം സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഈ കർണാട്ടിക് മ്യൂസിക് പഠിപ്പിക്കണം എന്നുള്ള നിർബന്ധം. ഒരു 52 സ്റ്റുഡൻസ് ഉണ്ടാവും സ്കൂളിൽ. എല്ലാവർക്കും ഈ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടാവും. ചില കുട്ടികൾ
ഇങ്ങനെ എത്രയൊക്കെ നമ്മൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കുമോ അത്രയും പ്രോബ്ലംസ് ഉണ്ടാക്കും അവിടെ നിന്ന്. കുട്ടികൾ നല്ല ജഗജില്ലയായ കുട്ടികളാണ് അവിടെ വന്നിട്ട്. അത് മാത്രമല്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ ഇത്രയുള്ളൂ കുഞ്ഞു കുഞ്ഞു പിള്ളേരല്ലേ. നമ്മൾ ഡെസ്കിനടി കൂടെ നോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും ഇതിലേക്ക്. നമ്മളിവിടെ നിന്ന് പാടി കൊടുക്കുകയാണ്. പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ സരി 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 ഗമ എന്ന് പറഞ്ഞതിന് കുറേ പ്രാവശ്യം ഒരു 25 പ്രാവശ്യം പാടിക്കൊടുത്തപ്പോൾ ഇവർ പഠിക്കുക. 1-2 കുട്ടികൾ പാടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള കുട്ടികളോട് നിന്ന് പാടുമ്പോൾ സരി ഞാൻ പറഞ്ഞു കൊടുത്തു, പാടി. രണ്ടാമത് സാരി മോനെ അത് സാരി പാടൂ. എനിക്ക് പിന്നെ മാമിന് പാടിയാ പോരെ, എന്തിനാ എന്നെ കൊണ്ട് പാടിപ്പിക്കണം? എൻ്റെ അടുത്ത് ചോദിച്ചാ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ് കേട്ടോ ശരിക്കും. ഞാൻ എന്തൊക്കെ വിഷമങ്ങൾ കൊണ്ട് ഞാൻ ഇവിടുന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടോ, അവിടെ ഒരു ഫസ്റ്റ് അവർ കഴിയുമ്പോഴത്തേക്കും എല്ലാം മറന്നിട്ടുണ്ടാവും. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു അതുപോലെ ആഭോഗിയിലൊക്കെ വർണ്ണം എടുക്കുമ്പോൾ ആ എന്താ പറയാ, പഠിപ്പിച്ചു തുടങ്ങി പാട്ട് ഇഷ്ടമില്ലാത്ത കാണിച്ചു തുടങ്ങും. എന്ന് വെച്ചാൽ എന്റെ മുമ്പിൽ എന്നിട്ടായി കാണിക്കണേ. പക്ഷെ കർണാടക മ്യൂസിക് പഠിപ്പിക്കുന്നതിന്റെ ആ ഒരു ദേഷ്യം അവർക്ക്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാട്ട് ഇതുപോലെ ഒട്ടനെ കൈയടിച്ച് തുടങ്ങും എല്ലാം കൂടി പാട്ട്. എന്താണെന്നറിയാമോ അവിടെ പിന്നെ അത്രയും സുഖം അവർക്ക് വേറൊന്നുമില്ല. അവരാ ഒരു പിന്നെ അങ്ങ് പാട്ടങ്ങ് തുടങ്ങി. അവർ ഏത് പാട്ട് വേണം അവരോട് പറയണ്ട. അപ്പൊ ആ കുട്ടികൾക്ക് പറ്റിയ പാട്ടുകളുണ്ട്. അത് അപ്പൊ ആ ഒരു സ്റ്റൈല് പാട്ടുകൾ നമ്മൾ ഇടയ്ക്ക് എടുക്കണം. റസ്പുട്ടിനൊക്കെ പാടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇതിലും വലിയ സന്തോഷം വേറൊന്നുമില്ല. റസ്പുട്ടിൻ, ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ ഇതൊക്കെ പാടി കഴിഞ്ഞാൽ അവര് ഞാനൊന്നും അവിടെ ഒന്നും അല്ല ശരിക്കും പറയണം ഇതൊക്കെ പാടാനായിട്ട്. അവര് നല്ല രസമായിട്ട് പാടും. അപ്പൊ പല ടൈപ്പ് പാട്ടുകളാണ്. മോഹനരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഏറ്റവും അവസാനം പറയാന്ന് വെച്ചിട്ടായിരുന്നു അത്. മോഹനരാഗം ജഗന്മോഹനം എന്നാണ് ശരിക്കും മോഹനത്തെ പറയാം. എന്ന് വെച്ചാൽ മോഹിപ്പിക്കുന്ന രാഗമാണ് ശരിക്കും. എല്ലാവരുടെ മനസ്സിനെയും മോഹിപ്പിക്കുന്ന രാഗമാണ്. അത്രയ്ക്ക് സുഖമാണ് ആ രാഗം. അതിനകത്ത് ഹംസധ്വനിയും അതുപോലെ ആട്ടോ. ഞരമ്പുകൾക്ക് കൂടുതൽ എന്താ ഈ ന്യൂറോട്ടിക് പ്രോബ്ലത്തിന് ശരിക്കും നമ്മൾ ഈ ഉപയോഗിക്കുന്ന രാഗമാണ് ഹംസധ്വനി. അപ്പോൾ നമ്മൾ ഈ ന്യൂറോബയണൊക്കെ കഴിക്കില്ലേ, ആ ഒരു എഫക്റ്റാണ് ഹംസധ്വനി പാട്ട് കേൾക്കുമ്പോൾ. പാട്ട് കേട്ടോണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞരമ്പുകൾക്കൊക്കെ നല്ലൊരു ഞരമ്പിന് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ശരിയായി കിട്ടുന്നതാണ് പറയാം. പിന്നെ ഈ കറുകയില്ലേ, കറുകപ്പുല്ല് അരച്ചിങ്ങനെ കഴിക്കാൻ പറയും. കറുകപ്പുല്ല് നേരം വെളുക്കുമ്പോൾ കറുകപ്പുല്ല് അരച്ച് ചെറിയ ഉരുളയായിട്ട് കഴിക്കുകയും ഹംസധ്വനിയിലുള്ള പാട്ടുകൾ കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ഞരമ്പ് സംബന്ധമായ രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കാൻ മരുന്ന് നിർത്തല്ലേ, നമുക്ക് ഗ്രാജുവലി കുറച്ചുകൊണ്ടിരാനേ പറ്റുള്ളൂ. ഒരു ദിവസം നേരം മേടിച്ച് ശ്രീലത പറഞ്ഞു നാളെ മുതൽ കറുകപ്പുല്ലും ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ പ്രശ്നമാവട്ടെ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട, മരുന്ന് കണ്ടിന്യൂ ചെയ്ത് പോവാ. പാട്ട് കേട്ട് 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 നിങ്ങൾക്ക് ഇത് കഴിച്ച് കുറഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ഒരു 2 ദിവസം മരുന്ന് നിർത്തി വെക്കുക, പിന്നെ ഒരു 3 ദിവസം മരുന്ന് നിർത്തി വെക്കുക. അപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നിർത്താൻ പറ്റും. അതും ഡോക്ടറോട് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചെയ്യരുതേ, എന്നെ കുരുക്കിലാക്കല്ലേ. അപ്പൊ ഹംസധ്വനി രാഗത്തിലുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹംസധ്വനി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗണപതിം ഭജേ ഹം 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 വാരണാസ്യം വരപ്രദം ശ്രീ വാരണാസ്യം വരപ്രദം ശ്രീ വാരാവി ഗണപതിം ഭജേ ഹം ഭജാമഹേ ശ്രീ വിനായകം
ഹൃദി ഭജ മഹേശ്രീ വിനായകം ഹൃദി. ഞാനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടുപേര് വെച്ച് പാടണമെന്നുള്ളൂ കേട്ടോ എല്ലാത്തിൻ്റെയും. പിന്നെ അതിൻ്റെ ഉള്ള സിനിമ പാട്ടുകൾ പറയുകയാണെങ്കിൽ അനുരാഗമേ അനുരാഗമേ മധുര മധുരമാനുരാഗമേ ആദ്യത്തെ സ്വരത്തിൽ നിന്നാദ്യത്തെ പൂവിൽ നിന്ന് അമൃതുമണി നിറയൂ. അതൊരു പാട്ട്. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ പുഷ്പാഭരണം വസന്തദേവന്റെ ഭരണം അതൊരെണ്ണം. പിന്നെ നാദങ്ങളായി വരൂ രാഗങ്ങളായി തരൂ. ഇതൊക്കെ ഹംസധ്വനി രാഗത്തിലുള്ള പാട്ടുകളാണ്. ഇനി അടുത്തത് മോഹനം. മോഹനം രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയില്ല ജഗൻ മോഹനം, മോഹിപ്പിക്കുന്ന രാഗം. പരിപാഹി മാൃഘരേ മുരാരേ പരിപാഹി മാൃഘരേ മുരാരേ പരിപാഹി മാൃഘരേ മുരാരേ പരിപാഹി മാമൃഗരേ മുരാരേ പരിപാഹി മാമൃഗരേ. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. കേട്ടില്ലേ നിങ്ങൾ? ഇതൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അത് പാട്ടുകളൊക്കെ. മോഹനത്തിലെ ഏറ്റവും നമ്മുടെ മൺമറഞ്ഞു പോയ ജയന്തറിന്റെ പാട്ടുകൾ അതിഷ്ടം പോലെയുണ്ട്. ഭാവഗായകനാണ്. കേട്ട് കഴിഞ്ഞാൽ തന്നെ ശരിക്കും നമ്മൾ മോഹിച്ചു പോകും. അത് തന്നെയാണ്. അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാതൊരു പ്രപഞ്ച മന്ദിരമേ നിന്റെ നാലുകെട്ടിന്റെ പടിപ്പുറമുറ്റത്ത് ഞാനെന്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. എന്ത് സുഖല്ലേ? മഞ്ഞളയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി.
ഒന്നും പറയാനില്ല ആ പാട്ടുകളെ കേട്ടാലല്ലേ, അങ്ങനെയല്ലേ? ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുങ്കൻ ജീവരാഗം, നീലവാനിലലിയുന്നു രാഗമേഘം, നെഞ്ചിരിയിലലിയുങ്കൻ ജീവമേഘം. മഞ്ഞടി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ, മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞടി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ, മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ, മഞ്ഞടി പൂനിലാവ്. അപ്പൊ മോഹനം പാടി ഒരു സന്തോഷം വരുത്തിയിട്ട് നിർത്താന്ന് വെച്ചിട്ടായിരുന്നു ഞാൻ. അത് മോഹനത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാള ഗാനങ്ങൾ സിനിമയിൽ വന്നിട്ടുള്ള മോഹനം. മറ്റേ ഇതില്ലേ ഭൂപാളി രാഗം, അത് ഹിന്ദിയിലുള്ള ഹിന്ദുസ്ഥാനി രാഗം ഭൂപാളി, അത് മോഹനമായിട്ട് സാമ്യമുള്ളതാണ്. അതൊക്കെ അതിനകത്ത് പെടും. പിന്നെ പെട്ടെന്നിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ വരില്ല. കുറെ പാട്ടുകളുണ്ട് മോഹനത്തിൽ, നമുക്ക് തപ്പി നോക്കിയാൽ ഇങ്ങനെ കിട്ടും. മഞ്ഞൾ പ്രസാദവും, അത് മോഹനത്തിലാണ്. പിന്നെ എന്താ, ഇത്രയും പാടിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മോഹനം വെച്ച് അവസാനിപ്പിക്കാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് വിടാന്ന് വെച്ചിട്ടാണ്. ശിവരഞ്ജനെ വെച്ച് തുടങ്ങി, ഞാൻ കരയാൻ വെച്ചിട്ട് തുടങ്ങിയിട്ട് ഇനി കരയിച്ച് വിടരുന്ന് വെച്ചിട്ടാണ് മോഹനം വെച്ച് നിർത്താന്ന് വെച്ചേ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മള് ഈ ശബ്ദത്തിന്റെ ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ശക്തമായൊരു ഇടിവെട്ട് കേൾക്കും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഈ വിസിലിംഗ് സൗണ്ട് ഭയങ്കര വോളിയത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെവി ഇങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും നമ്മൾ. അങ്ങനെയല്ല, അതുപോലെ ശക്തമായ ഇടിവെട്ട് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ആ ഒരു ശബ്ദം നമ്മുടെ ശരീരത്തിനെ മനസ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ശബ്ദങ്ങൾ, നല്ല സൂത്തിങ് ആയിട്ടുള്ള നല്ല നല്ല ശബ്ദങ്ങൾ. നമുക്കിങ്ങനെ എന്താ പറയാ, കിളികളിങ്ങനെ മൂളി കളകളം പൊഴിക്കുമ്പോഴുള്ള ആ ശബ്ദങ്ങൾ, അങ്ങനെ നല്ല വെള്ളത്തുള്ളി ഇങ്ങനെ നല്ല താളത്തിൽ വീഴുമ്പോഴുള്ള ശബ്ദം, അതൊക്കെ നമുക്ക് നല്ല സുഖമായിരിക്കും. നമ്മളിങ്ങനെ ഈ കടലത്തീരത്തൊക്കെ ഇങ്ങനെ വൈകുന്നേരം പോയിരിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവില്ലേ, കാറ്റും കൊണ്ട് ഇങ്ങനെ പാട്ടും വെച്ചോണ്ടിരുന്ന പിന്നെ പറയണ്ട, നല്ല സുഖമാണ്. അപ്പൊ ആ ഒരു അതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ നമ്മള് രാവിലെ അടുക്കളയിൽ കാലത്ത് എഴുന്നേറ്റിരുന്നിട്ട് നമ്മൾ പെണ്ണുങ്ങളൊക്കെ അല്ലെങ്കിലും ഇത് എന്നോട് ഇങ്ങനെ ചെയ്യേണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്നു, പാത്രം തേക്കേണ്ടിരുന്നുണ്ട്, പാത്രത്തിന് എന്നോട് അല്ലെങ്കിലും എനിക്കറിയാം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പകരം നമ്മളവിടെ പാട്ട് വെച്ചാൽ മൂളിക്കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തുമാത്രം നമുക്ക് വ്യത്യാസം ഉണ്ടാവില്ലേ, അല്ലേ? നല്ലൊരു പാട്ട് കേട്ട്, കഞ്ഞി നീലാവത്ത് കസ്തൂരി പൂശുന്ന കൈതേ കൈ, അത് മൂളിക്കൊണ്ട് ഈ പാത്രങ്ങൾ തേച്ചാണ്. പാത്രം തേച്ച് തീരണതും അറിയില്ല, നമുക്ക് ആർത്രൈറ്റിസ് വരെയില്ല. പാട്ട് പഠിക്കുകയും ചെയ്തു, പാട്ട് നല്ല സുഖം, മനസ്സിന് നല്ല സുഖം കിട്ടി, അല്ലേ? അപ്പൊ അതല്ലേ, അതൊരു രസമാണ്. പിന്നെ നിങ്ങളുടെ ഈ ഇതിന് ഇവിടെ ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. താളമില്ലേ, നമ്മള് വാങ്ങിക്കാൻ കിട്ടുന്ന മറ്റേ ഗഞ്ചിറ പോലത്തെ മറ്റേ വലിയ സൈഡിൽ ഇതൊക്കെ പിടിപ്പിച്ചിട്ടില്ല, അത് വാങ്ങിക്കുക, ഇതിന്റെ മുകളിലിട്ട് അടിക്കാം. വ്യത്യസ്ത താളം, പലർക്കും പല ടൈപ്പ് താളം ഇടാൻ പറ്റും. അപ്പോൾ ഒരു താളം തുടങ്ങിക്കഴിഞ്ഞാൽ വ്യത്യസ്ത താളങ്ങൾ ഇടാം. താളത്തിലിട്ട് ആ താളത്തിലുള്ള പാട്ടുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി, അതാണ് വരുന്നത്. അപ്പോൾ അത് ചാപ്പ് താളം എന്ന് പറയും. അതുപോലെ ഇപ്പൊ ഖണ്ഡത്തിൽ വരുന്നത് ഇത് ഇപ്പൊ മഞ്ഞണി പൂനിലാവ്, അതായിരുന്നു മഞ്ഞണി
വരുന്ന പാട്ടുകൾ ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കാം. അത് ഓരോരുത്തരുന്ന് ആലോചിച്ച് അത്രയും നേരം പോണെന്ന് അറിയില്ല. പിന്നെ ആദ്യ താളം 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. അതിന് ആദ്യാളത്തിൽ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്ന ജീവരാഗം. ഇഷ്ടം പോലെ പാട്ടുകളുണ്ട്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എൻ്റെ ഗ്രാമസുന്ദരിക്കൊരു നീലസാരി. പാട്ടുകളുണ്ട്. പിന്നെ ഈ ഇങ്ങനത്തെ ഇതിൽ വരുന്നുണ്ട്. പറയാമോ ഏതെങ്കിലും പാട്ടുകൾ? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇവിടെ കുറെ പാട്ടുകാരുണ്ടല്ലോ. കണ്ടുപിടിച്ച് പറയൂ. തന്നെണ്ണം അല്ല, തന്നെണ്ണം താനല്ല, അതല്ല. ഇതാണ് താളം. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ. അങ്ങനെ താളത്തിൽ ആലോചിച്ച് പാട്ട് കണ്ടുപിടിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് എന്നിട്ട് പറഞ്ഞു ഞാനിടല്ലോ. അത്രയും നേരം പോണറില്ല ആ താളത്തിലുള്ള പാട്ടുകളെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു കാര്യം. പിന്നെ ഈ താളത്തിൽ തന്നെ ഇപ്പൊ ഈ ചാപ്പ് താളം തന്നെ പിടിക്കാൻ പറ്റും. ചാപ്പ് എന്ന് വെച്ചാൽ തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2 3 1 2 3 4. കൃഷ്ണാദീപ് മേഖനയൊക്കെ അതാണ്. ഈ മഞ്ഞണിപ്പൂനിലാവ് അതാണ്. അപ്പൊ ആ താളം ഇട്ട് കഴിഞ്ഞാല് ആ താളത്തില് അത് കൊട്ടാവുന്നവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അവരാ താളം പിടിക്കാം. അതിലുള്ള പാട്ടുകൾ പാടാം. ഇപ്പൊ ഞാനീ പറഞ്ഞ രാഗങ്ങളെ മോഹങ്ങളെ അതൊരു ഗ്രൂപ്പ് ഇരിക്കുക, അവരാ താളം പിടിക്കുക, ആ താളത്തിലുള്ള പാട്ടുകൾ പാടാം. അടുത്തൊരു ഗ്രൂപ്പ് എന്നിട്ട് ആദ്യ താളം 1 2 3 4 5 6 7 8 ആ ഗ്രൂപ്പ് അത് പാടാം. അത്രയും താളങ്ങളും കിട്ടും, അത്രയും പാട്ടുകളും കിട്ടും നമുക്ക്. പിന്നെ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ രാഗങ്ങൾ ഇപ്പോൾ നല്ല സൗകര്യമുള്ളൂ, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഏറ്റവും കൂടുതൽ മലയാള സംഗീതം എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഏതാണ്ട് കറക്റ്റ്, ബാക്കിയുള്ളതിലൊക്കെ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവും പറയുന്നത്. ആ രാഗത്തെ കറക്റ്റ് ആ രാഗം ആയിരിക്കില്ല. മിക്കവാറും സിനിമാ ഗാനങ്ങൾ ചില അന്യസ്വരങ്ങളൊക്കെ വരും, എക്സാക്റ്റ് ആ രാഗം തന്നെ ആയിരിക്കില്ല. ഇപ്പൊ നീലഗിരിയുടെ സുപ്രഭാതം അത് കറക്റ്റ് മോഹനാണ്, ഒരു സംശയമില്ല ആ കാര്യത്തില്. അപ്പൊ അങ്ങനെ ചില പാട്ടുകൾ കറക്റ്റ് മോഹനത്തിൽ അങ്ങനെ ആ രാഗം തന്നെ ചെയ്തിട്ടുള്ളതുണ്ടാവും. ഈ രാഗങ്ങളെ മോഹങ്ങളെ അത് ഹംസധ്വനി തന്നെയാണ്. അങ്ങനെ ചില പാട്ടുകൾ കറക്റ്റ് ആ രാഗം തന്നെയാണ്. ചിലപ്പോൾ ചില അന്യസ്വരങ്ങളൊക്കെ ചേർക്കും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. സിനിമാ ഗാനങ്ങൾ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്നാലും ആ രാഗത്തിലുള്ള പാട്ടുകൾ വെച്ചാൽ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഗൂഗിൾ ശരണമാണല്ലോ, അപ്പൊ അതിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും എല്ലാ രാഗത്തിലുള്ള പാട്ടുകൾ കിട്ടും. അപ്പൊ ആ പാട്ടുകൾ സെലക്ട് ചെയ്ത് വന്നിട്ട് ഓരോ രാഗം ഒരു ദിവസം ഒരു രാഗം എടുക്കാന്ന് വെച്ചിട്ട് ആ രാഗത്തിലുള്ള പാട്ടുകൾ പാടാം. അത് ഒരു നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് പ്രത്യേകിച്ച് മുതിർന്നവർക്ക് അവരുടെ മനസ്സിന് സുഖം തരാൻ പറ്റുന്ന ഏറ്റവും നല്ല പരിപാടികളാണ്. കുറേ നേരം റിലാക്സ്ഡ് ആയി കിട്ടും. അത്രയും നേരം പോണത് എങ്ങനെയാണ്, നമ്മൾ പാടുന്നതിന്റെ ഭംഗിയൊന്നും അത്ര അധികം നോക്കണ്ട കേട്ടോ. ചിലർക്ക് നന്നായിട്ട് പാടാൻ കഴിവുണ്ടാവും, അത് ജന്മനാ കിട്ടുന്ന ഒരു സിദ്ധിയാണ്. ചിലർക്ക് കുറച്ച് നാൾ പഠിച്ചു കഴിയുമ്പോൾ പാടാൻ കിട്ടും. ചിലർക്ക് പാടാനുള്ളിൽ അതിയായ ആഗ്രഹമുണ്ട്. എൻ്റെ അടുത്ത് ഞങ്ങൾ സോപാന സംഗീതം പഠിക്കുമ്പോൾ അവിടെ ഒരു ചേച്ചിയുണ്ട്, ഭയങ്കര ആഗ്രഹം പാടണമെന്ന്. പാട്ട് പാടുന്ന ഏതാണ്ട് ഈ പറയുന്ന പോലെ പാടുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞ ആവേരി രാജൻ കരുകരെ നിറമൊത്ത തിരുമുടി ചുരുളിൽ നിറമയിൽ പീലി ചൂടും മുകുന്ദ ഞാൻ തൊഴുന്നേ. കരുകരെ നിറമൊത്ത തിരുമുടി ചുരുളിൽ നിറമയിൽ പീലി ചൂടും മുകുന്ദ ഞാൻ തൊഴും
രാത്രിയുടെ നല്ല സുഖകരമായ സോപാന സംഗീതമാണ് കൃഷ്ണനെ അടിമുടി വർണ്ണിക്കുന്നത്. അപ്പോൾ ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അങ്ങനെ ലയിച്ചു പോകുന്നു. നമ്മൾ അത്രയ്ക്ക് സുഖം ആ പാട്ട്. അത് പാടുമ്പോൾ ഈ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം പാടണമെന്ന് മനസ്സിൽ. കരുകരേ നിറമൊത്ത തിരുമുടി ചുരുളിൽ, ഞാൻ മുഴുവൻ കാണാതെ പഠിച്ചു മോള്, എൻ്റെ അടുത്ത് പറയണതാണ്. പുള്ളിക്കാരി അതാ വിചാരിച്ചിരിക്കണേ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, എനിക്ക് രാഗവും താളമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ഞാൻ പാടണ ശരിയല്ലേ മോളെ, എൻ്റെ അടുത്ത് ചോദിക്കണതാണ്. ഞാൻ പറയും ശരിയാണ്, കുഴപ്പമില്ല എന്ന് പറയാം. അതൊരു സമാധാനം അവർക്ക് കിട്ടുന്ന. മക്കളൊക്കെ പുറത്താണ്, അവർ മാത്രമാണ് ഇവിടെ. അപ്പോൾ അവരുടെ മനസ്സിനൊരു സമാധാനമാണ്. നമുക്ക് അവര് നിങ്ങൾ പാടുന്ന എന്തിനു കൊള്ളാം, എന്തെന്നാണ് ഈ പാടുന്നതെന്ന് പറഞ്ഞ് അവരെ കുത്തി നോക്കിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. അപ്പൊ നന്നായിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സുഖം എന്താണെന്നറിയാമോ? അന്ന് രാത്രി ആ ഒരു സന്തോഷത്തിൽ അവർ കിടന്നുറങ്ങും. നമുക്ക് ചെയ്യാവുന്ന ഒരേ ഒരു നല്ല കാര്യം നല്ല വാക്കുകൾ പറയുക എന്നുള്ളത് മാത്രമാണ്. നല്ല പാട്ടുകൾ പാടുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല വാക്കുകൾ പറയുക. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. വേറെ ആർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഒരു ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് സഹായത്തിന് പോയി നിൽക്കാൻ പറഞ്ഞാൽ 1-2 ദിവസം നിൽക്കാൻ പറ്റില്ല, അതിൽ കൂടുതൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ വിഷമം നീക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം നല്ല വാക്കുകൾ പറയാം. നമുക്ക് അയാളോട് ദേഷ്യം ഉണ്ടെങ്കിലും നന്നായി എന്ന് പറഞ്ഞേക്കാം. നല്ല വാക്കുകൾ പറയാം, നല്ല പാട്ടുകൾ കേൾക്കാം, നല്ല പാട്ടുകൾ പാടാം. ഇതിന് വലിയ സുഖം. അപ്പൊ ലോകം എത്ര നന്നായല്ലേ? സംഗീതം സിദ്ധൌഷധം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്നവിടെ സഹിച്ചതിന് എല്ലാവർക്കും നന്ദി. എനിക്കിങ്ങനെ ഇവിടെ അവതരിപ്പിക്കാൻ ഇവിടെ ഒരു അവസരം ഒരുക്കി തന്ന ബാലേന്ദ്രൻ സാറിന് പ്രത്യേകം നന്ദി. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഒരു പ്രഭാഷണം, നല്ല മോഹന രാഗത്തിലുള്ള ഒരു പ്രഭാഷണമായിരുന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിദ്ധ ഔഷധം തന്നെയാണ് ഇത്തരം പരിപാടികൾ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനിയും ഇത്തരം പരിപാടികൾ ഞങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ ഈ മാസത്തെ അവശേഷിക്കുന്ന